ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവൂലേ? ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സത്യമായിട്ട് നിങ്ങൾ ഞെട്ടാൻ വേണ്ടി പോവാട്ടോ. നിങ്ങളെ ഞെട്ടിക്കാൻ തന്നെയാണ് പരിപാടി. കാര്യം ശരിക്കും നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ന് ഡേറ്റ് 17-ാം തീയതിയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്ന് ഡേറ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ ഈ ഡേറ്റ് മുതൽ ഈ മാസം നമുക്ക് ജൂണിൽ വരുന്ന ദിവസമാട്ടോ. എന്തിനെന്നറിയോ? ഓണം എക്സാമിന് നമ്മൾ തയ്യാറായിരിക്കേണ്ടിയിരിക്കുന്നു. ഓണം എക്സാമിന്, ഈ ഓണം എക്സാമിന് എത്ര ദിവസം ബാക്കിയുണ്ട്? മാത്രമല്ല, ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോട്ടാ. നിങ്ങൾ ഓൺ എക്സാമിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാനല്ലേ? അല്ല, വേറെ ഒന്ന് രണ്ട് യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് 17-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നമുക്ക് 13 ദിവസമുണ്ട്. പക്ഷേ അതിൽ 5 നമുക്ക് ഒഴിവ് ദിവസങ്ങളുണ്ട് കീച്ചൽ. ബാക്കി 8 ദിവസം മാത്രമാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് ഈ ജൂണിലുള്ളൂ കേട്ടോ. ദെൻ ജൂലൈയിൽ 31 ദിവസം ഉണ്ടെന്ന് അറിയാം. പക്ഷേ 8 ദിവസം ലീവ് കീച്ചൽ 23 ദിവസമാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളത്. 23 ദിവസം, ഓൺലി 23 ഡേയ്സ്. ഇനി നോക്കിക്കോളൂ, നമുക്ക് ജൂലൈ എന്ന് പറയുന്ന 13-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. ജൂലൈ 13-നാണ്. അപ്പോൾ 12 വരെ നമ്മൾ വർക്കിംഗ് ഡേയ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 ദിവസം ലീവ് കീച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസമാണ് വർക്കിംഗ് ഡേ. അപ്പോൾ ടോട്ടൽ വരുന്നത് നോക്കൂ, ഈ 7 + 23 + 8 ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 38 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഓണം എക്സാമിൻ്റെ മുന്നേ കിട്ടാൻ വേണ്ടി പോകുന്നത്. 38 വർക്കിംഗ് ഡേയ്സ്. ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇനി വല്ല ശക്തമായ മഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 38 എന്നുള്ളത് എന്തായി മാറുന്നറിയോ? ഒരു 2 ദിവസമൊക്കെ ലീവ് പൊതുവെ ഒരു മന്തിൽ വരലുണ്ട്. 3 മാസത്തിലേക്ക് 2 ലീവ് പൊതുവെ വരലുണ്ട്. അപ്പോൾ ശരിക്കും 36 തന്നെ കൂട്ടാൻ പറ്റും. 36 വർക്കിംഗ് ഡേയ്സ് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. ഈ 36 വർക്കിംഗ് ഡേയ്സിൽ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. മാത്സിൽ 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 4 ചാപ്റ്റേഴ്സ് മാത്സിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നല്ല ലെങ്തി ചാപ്റ്റർ ആണ്. ദെൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നോക്കും 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ പഠിക്കാനുള്ളത് ഈസി ആണോ? അല്ല. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആട്ടോ. ദെൻ ജോഗ്രഫിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ഞാനൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ കാര്യം മാത്രമേ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫിയിലൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് കൂട്ടിയിട്ട് 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫിസിക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ വർഷം കഴിഞ്ഞ വർഷം 9ാം ക്ലാസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നിലവാരമുള്ള ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നതിന് 50% ഈസിയും 30% ആവറേജും 20% ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് എന്ത് ചെയ്യണം? ഫിസിക്സും പഠിക്കണം. 3 ചാപ്റ്റേഴ്സ് ഫിസിക്സിലുണ്ട്. ദെൻ നോക്കൂ, കെമിസ്ട്രിയിലും അതുപോലെ തന്നെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയോ ബയോളജിയിൽ 2 ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്റർ എന്ന് പറയുമ്പോഴേ രണ്ടാമത്തെ ചാപ്റ്റർ അറൗണ്ട് 39 പേജസ് പോലും കിടക്കുന്ന അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അറൗണ്ട് എക്സ്പേർട്ട് ടീച്ചേഴ്സ് തന്നെ പറയുന്നത് 12 മണിക്കൂർ വെച്ച് പഠിക്കാനുണ്ട്. ഇത് എത്ര മണിക്കൂർ? 12 മണിക്കൂർ. അതായത് ആ ഒരു ചാപ്റ്റർ സ്കൂളിൽ 3/4 മണിക്കൂർ വെച്ച് ഒരു ടീച്ചർ എടുക്കുകയാണെങ്കിൽ 12 ദിവസം വെച്ചിട്ട് ആ ടീച്ചർ എന്ത് ചെയ്യണം? ആ ഒരു ബയോളജിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ മാത്രം എടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. 12 ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന 36 ദിവസത്തിൽ, ഈ 36 ദിവസത്തിൽ അതിൽ 12 ദിവസം ഒരു ചാപ്റ്റർ ബയോളജിൻ്റെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ മെനക്കെട്ട് എടുക്കേണ്ടി വരുന്നു. അത്രയും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ബയോളജിയിലുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ദെൻ ഹിന്ദിയിൽ നിങ്ങൾക്ക് അറിയോ 5 ചാപ്റ്റേഴ്സ്, 2 യൂണിറ്റ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സ്, 5 ചാപ്റ്ററാ പറയുന്നത് കേട്ടോ. 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 പോയാണെങ്കിലും അതിൽ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് 5 യൂണിറ്റ്, 2 യൂണിറ്റാണ് ഉള്ളത്. പക്ഷെ രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു കവിത അത് പൊതുവേ ചോദിക്കലില്ല. പക്ഷേ ഞാൻ പറയുന്നു 5 ചാപ്റ്റേഴ്സ് ആണ് ഓൺ എക്സാമിന് ഉണ്ടാവില്ല. 5 ചാപ്റ്റേഴ്സ്. എൻ്റെ പഠിച്ചോനെ 5 ചാപ്റ്റേഴ്സ് ആണോ? അതെ. അതിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ചാപ്റ്റർ എത്രയോ ലെങ്ത് ഉണ്ട് അല്ലെ? സെക്കൻഡ് ചാപ്റ്റർ ലെങ്ത് ഉണ്ട്. തേർഡ് ചാപ്റ്റർ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്നത് എടുക്കാൻ അറിയുന്ന ആളെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യും? 1 മണിക്കൂറിൽ ആ ചാപ്റ്റർ തീർക്കലുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി വരാനുള്ള 2 ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളതാണ്. പലതും 2-3 ക്ലാസ് ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ 1.5 ക്ലാസ്സിലോ ഞാൻ എന്തെങ്കിലും ഒരു ചാപ്റ്റർ തീർക്കലുണ്ട്. ബൈ ദ വേ, ഇംഗ്ലീഷ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഈസി ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ 5 ചാപ്റ്റേഴ്സ് അതിൽ പഠിക്കാനുണ്ട്. ദെൻ മലയാളം ഫസ്റ്റിൽ എന്തുണ്ട് നോക്കൂ, 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോക്കൂ, ലാംഗ്വേജ് ഉണ്ടാവില്ലേ? അറബിക് ആണെങ്കിൽ ചിലപ്പോൾ അത് 6 ചാപ്റ്റർ ആവാം, ഉറുദു ആണെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് ആവാം. മലയാളം സെക്കൻഡിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 36 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൺ എക്സാമിന് പഠിക്കാനുണ്ട്. ഞാൻ പറയുന്നു ഈ 38 ഡേയ്സ് പോയിട്ട് 36 ഡേയ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഉണ്ട്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വേറെ പഠിക്കാൻ പറ്റൂല. ആ ലെവലിൽ 36 പിന്നെ ചാപ്റ്റേഴ്സ്. അതന്നെ ഒരു ചാപ്റ്ററിന് ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ, 12 മണിക്കൂർ വെച്ച് പഠിപ്പിക്കാനുണ്ട് ഒരു ചാപ്റ്റർ. അത് പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, അത്രയും ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ബൈഹാർട്ടാക്കി പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ചിത്രം വരക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടഫ് തന്നെയാണ് ബയോളജി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ 36 ചാപ്റ്റേഴ്സ് 36 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. അതായത് ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് എന്തിനുണ്ടാവുള്ളൂ എന്ന് പറയാം, വർക്കിംഗ് ഡേ ആയിട്ട് ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടാവല്. അപ്പൊ സാറ് വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ സാർ, അതൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യം. നിങ്ങൾക്ക് അത്രയും നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും. ഇത് കൂടാണ്ട് നിങ്ങളുടെ കല്യാണങ്ങൾ ഉണ്ടാവും, സൽക്കാരങ്ങൾ ഉണ്ടാകും, പിന്നെ പ്രോഗ്രാംസ് വേറെ ഉണ്ടാകും, ഫ്രഷേഴ്സ് ഡേ വേറെ ഉണ്ടാവും, പിന്നെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആ ഓഫ് ഡേയ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അറിയോ, ഓഫ് ഡേയ്സിൽ പഠിക്കാല്ല അങ്ങനെ കരുതണ്ട. അത് ഫുള്ളായിരിക്കും, അത് ഫില്ലായിരിക്കും. അപ്പൊ മക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിന് എങ്ങനെ പഠിക്കണം, നിങ്ങൾ എങ്ങനെ ഹൗ ടു സ്റ്റഡി, എങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കണം, വേർഡ് ടു വേർഡ് ഫോക്കസ്, എവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ യൂണിറ്റിൽ എന്ത് ഫോക്കസ് ചെയ്യണം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ, എക്സാമിന് എന്തെല്ലാം ചോദിക്കുക എന്ന് പറയുന്ന കറക്റ്റ് എവിടെ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന് വെയിറ്റേജസ് ഉണ്ടാവില്ലേ, ഓരോ യൂണിറ്റിലെ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ. ഇപ്പൊ ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കല്, ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കല്. ഇങ്ങനെ വെയിറ്റേജ് അറിയണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓണ എക്സാമിന്. ഈ ഓണ എക്സാം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ ഓണ എക്സാമിന് ഇപ്പോൾ ഒരു 100 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ ഒരു 80 മാർക്ക് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് 80 മാർക്ക് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ, പിന്നെ ഒരിക്കലും നമുക്ക് എന്താ പറ്റില്ല, അടിയിലേക്ക് ചിന്തിക്കാനേ പറ്റൂല. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടോപ്പ് ലെവലിലേക്ക് കയറി പോവാ ചെയ്യാന്ന്. അപ്പൊ ഫസ്റ്റ് ഓണം എക്സാമിന് ശരിക്കും നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു എക്സാം ആയിരിക്കണം. അപ്പൊ മക്കൾ, നിങ്ങൾക്ക് ഇതെങ്ങനെ പഠിക്കണം എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച 7 മണിക്ക്, കൃത്യം 7 മണിക്ക്, ഈവനിങ്ങിൽ 7 മണിക്ക് ഞാനൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ പേര് കൊടുത്ത് ഞാൻ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്തോ. എന്നിട്ട് ആ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഞാൻ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കൃത്യം 7 മണിക്ക് വെബിനാറിൽ കാണാം കേട്ടോ. ശരിക്കും നിങ്ങൾ ഞെട്ടിയില്ലേ?